വെറും പൊളി പടമാണ്. ഒന്നുമില്ല, ഒരു കഥയായിട്ടൊന്നുമില്ല. ഒന്നും ഇപ്പോഴത്തേതിൽ അതൊന്നും തോന്നുന്നില്ല. സമയം തന്നെയും പോകുന്നില്ല. ഇല്ലല്ലോ, നേരം പോകാൻ വേണ്ടി വന്നു ഇവിടെ വന്ന സ്ഥിതിക്ക് കയറിയെന്നുള്ളേ ഉള്ളല്ല, അത്രേ ഉള്ളൂ. പടം ഒന്നും ഒരു ഇതുമില്ല. അതവിടെ അടുത്ത വയസ്സേക്കുള്ള നിലവാരം ഉണ്ട്, കുഴപ്പമില്ല. സമയം പോയല്ലോ ഉള്ളു ചൂടത്ത്. OTT റിലീസിന് പറ്റിയ പടമായിരുന്നു ഇത്. വെറുതെ തിയേറ്ററിൽ ഇറക്കണമെന്ന് ഉള്ള അഭിപ്രായമല്ല എനിക്ക്. കാരണം ഇത് എല്ലാവർക്കും അത് ക്ഷമയോടെ കണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നല്ല സിനിമാ ആസ്വാദകർക്ക് ഇഷ്ടപ്പെടും. എന്നാൽ പോലും സിനിമയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ ഇതൊരു ഷോർട്ട് ഫിലിം പോലെയൊക്കെ ഫീൽ ചെയ്യുള്ളൂ. IFFK ടൈപ്പുള്ള പടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു മറ്റേ ആട്ടം ലെവലുള്ളൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ അത്രയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സിനിമാ ആസ്വാദകർക്ക് ഇഷ്ടപ്പെടും. ലൂക്ക്മാൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. നല്ല പടമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വളരെ സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പഴയകാലത്തെ ആചാരത്തെയും ഈ പഴയകാലത്ത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തും ആളുകളുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസങ്ങൾ എത്ര നമ്മൾ യുക്തിവാദം പറഞ്ഞാലും വിശ്വാസങ്ങൾ ആൾക്കാർ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മുടെ സമൂഹം ഇത് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് OTTയിലൊക്കെ ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ്. എല്ലാത്തരം പ്രേക്ഷകരും പിടിച്ചിരുത്തൂല, യാതൊരു സംശയമില്ല. പടത്തിനെ ഏറ്റെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിന് നല്ല പ്രൊമോഷനൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല. പിന്നെ മൗത്ത് പബ്ലിസിറ്റി തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണെന്നൊന്നും പറയാൻ എല്ലാവർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പടമാണ്, അതിൽ സംശയമൊന്നുമില്ല. വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ എനിക്ക് മറ്റേ വടക്ക് കേന്ദ്രത്തിൽ ശ്രീനിവാസൻ്റെ മറ്റൊരു രൂപമായിട്ട് ഫീൽ ചെയ്തു. ഒരു സംശയരോഗിയായ ഒരു വ്യക്തി, അങ്ങനെ ഒരു ഫീൽ ചെയ്തു. ഓവറോൾ കുഴപ്പമില്ല, ഇച്ചിരി ക്ഷമ വേണം കണ്ടിരിക്കാൻ.